എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ജൽജീവൻ മിഷനായി പാതയോരങ്ങളിൽ വെള്ള പൈപ്പുകൾ ഇടാനുണ്ടാക്കിയ ചാൽ കൃത്യമായി മൂടിയില്ല. അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി മലപ്പുറം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഫ്സത്തിന്റെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി മലപ്പുറത്തെത്തിയത്. മൂത്തേടം പഞ്ചായത്തിലെ മിക്ക പാതകൾക്കരികിലൂടെയും ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കുടിവെള്ള പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാൻ ചാലുകൾ കീറിയിട്ടുണ്ട്. പൈപ്പുകളിട്ട് കഴിഞ്ഞ ശേഷം കൃത്യമായി മണ്ണിട്ട് മൂടാതെയാണ് ബന്ധപ്പെട്ടവർ പോയത്. മഴ പെയ്തു തുടങ്ങിയതോടെ മിക്കയിടങ്ങളിലും ചാലുകളിലെ മണ്ണ് ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയാണ്. ഇത് വലിയ അപകടക്കുഴികളായി മാറിയ സ്ഥിതിയിലാണ്. വീതി കുറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾക്ക് പരസ്പരം സൈഡ് കൊടുക്കുമ്പോൾ ഈ കുഴികളിൽ വീണ ഒട്ടനവധി അപകടങ്ങളാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് മൂത്തേടം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രവൃത്തി കരാറെടുത്തവരോടും വാട്ടർ അതോറിറ്റി അധികൃതരോടും പലകുറി പഞ്ചായത്ത് ഈ വിഷയം അവതരിപ്പിച്ചിട്ടും ശാസ്ത്രീയമായ രീതിയിൽ അപകടമുണ്ടാവാത്ത രീതിയിൽ ചാലുകൾ നികത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും അനുകൂല നടപടി ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനപ്രതിനിധികൾ മലപ്പുറത്തെത്തിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. ബുധനാഴ്ച പഞ്ചായത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് പരിഹാരം കാണണമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി ജനപ്രതിനിധികൾ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് വി പി അബ്ദുറഹിമാൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി പി റഷീദ്, സുബൈദ കൊരമ്പയിൽ, റസിയ മോൾ, മെമ്പർമാരായ ഉമ്മർ മുണ്ടയിൽ, നഹാസ് ബാബു, സുനിത, ബഷീർ, ഹരിദാസൻ, മൈമൂന, സുരേഷ് ബാബു, എൻ കെ കുഞ്ഞുണ്ണി എന്നിവരാണ് പ്രതിഷേധവുമായി മലപ്പുറം വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, മൂത്തേടം.